ഇന്ന് ജീവിതത്തിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഏകദേശം 30 കഴിയുമ്പോഴാണ് ലൈഫ് എന്താണെന്നും അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങുക. അതിന് മുമ്പ് മനസ്സിലാവുന്നവരും ഉണ്ടായിരിക്കും. ഇത് എൻ്റെ കാര്യം മാത്രമാണ്. നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എഡ്യൂക്കേഷനൊന്നും വലിയ പ്രയോറിറ്റി കൊടുക്കാണ്ടിരുന്ന ആൾക്കാർക്കാണ് ഈ 30കളിൽ ഈ അവസ്ഥ ഉണ്ടാവുന്നത്. സെൽഫായിട്ട് ഏൺ ചെയ്യാൻ ഒരു രക്ഷയില്ല എന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ പണ്ട് പഠിച്ച കാര്യങ്ങളും അന്ന് നമ്മൾ മിസ് ചെയ്തു പോയ കാര്യങ്ങളൊക്കെ പിന്നെയും റിവൈൻഡ് ചെയ്ത് ഓർക്കാനായിട്ട് നോക്കും. ഈ 30ാമത്തെ വയസ്സിൽ ഇപ്പം എനിക്ക് ജോലി വേണമെന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് എഡ്യൂക്കേഷൻ ഫസ്റ്റ് ബിഗിലേ എന്നുള്ളതാണ്. ആദ്യം വിദ്യാഭ്യാസം, അതിനുശേഷം നമ്മൾ എങ്ങനെ സെൽഫായിട്ട് നിൽക്കുക എന്നുള്ളത് നോക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടും അവർ തരുന്നത് എടുക്കുന്നതുകൊണ്ടും ഒരു കാര്യം ഉണ്ടെന്നല്ല. പക്ഷേ നമ്മൾ സ്വയം നമുക്ക് വേണ്ടിയിട്ട് ഏൺ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കുക എന്നുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ച് റെസ്പെക്റ്റും കൂടെ കിട്ടും. ഇത് എൻ്റെ കാര്യത്തിലല്ല, മൊത്തത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അല്ലാത്തവരുണ്ട്. നമ്മളെ ഇത്ര അധികം നോക്കി വളർത്തിയിട്ടുള്ള നമ്മുടെ പേരൻസിനൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നുള്ളത് മാനസികമായിട്ട് നമ്മൾ തളർത്തുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഈ ലോകത്ത് ഒരു ജീവിതം നമുക്ക് വെച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പിന്നെ വലിയ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ മനസ്സിലാവുള്ളൂ. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത്. നമുക്ക് മനസ്സിലാവുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം നമ്മുടെ ലൈഫിൻ്റെ പകുതിയും തീർന്നിട്ടുണ്ടാവും കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിക്കുന്ന മക്കളെ നമ്മളിങ്ങനെ പഠിപ്പിസ്റ്റെന്നും പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മളന്ന് പഠിക്കാതെ നടക്കുന്നവർക്കാണ് അവിടെ കുറച്ചും കൂടെ ഒരു ഷൈൻ ചെയ്യാനൊക്കെ പറ്റുക. പക്ഷേ ഇപ്പോൾ ആ പഠിപ്പിസ്റ്റുകളാണ് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരെന്നുള്ളത് ഇപ്പോൾ ഈ 30കളിൽ എത്തി നിൽക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലാവുന്നത്. നമുക്കൊരു സങ്കടവും സന്തോഷവും പടച്ചവൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സങ്കടം തന്നിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാനുള്ള താക്കോലും, സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള താക്കോലും നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇട്ടുള്ളത്. മാനസികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ടാസ്ക് പിടിച്ചിട്ടുള്ളൊരു കാര്യമാണെങ്കിലും അതിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സക്സസ്. എപ്പോഴും ഈ സങ്കടപ്പെട്ടിരിക്കുന്നതിനോട് എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ എപ്പോഴും എനിക്ക് ആ ഒരു മൈൻഡാണ് കേട്ടോ. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെ ഒരു വിഷമത്തിലാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ കഥ പറഞ്ഞ് നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ കുഞ്ഞു ജീവിതം നന്നായിട്ട് ആസ്വദിച്ച് ജീവിക്കാനായിട്ട് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.